ഇരുവശവും റബ്ബർ തോട്ടമുള്ള നാട്ടുവഴിയെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന ആളുകളും ചെറുപ്പക്കാരുമുണ്ട്. ഓടി ഓടി ഒരു ആൾക്കൂട്ടത്തിന്റെ അടുത്തായി ഞാനും എത്തി. ഇടുക്കി കരുണാപുരത്ത് കവലയ്ക്കടുത്താണ് മെനിഞ്ഞാന്ന് വൈകുന്നേരത്തോടെ ആണ് ഈ സംഭവം. കയ്യിലും മുഖത്തും നെഞ്ചത്തുമൊക്കെ മാരകമായി പൊള്ളലേറ്റ നിലയിൽ മതിൽ ചാരിയിരിക്കുന്ന ഒരു മുത്തശ്ശിയെ കണ്ടു. 84 പ്രായം വരും. ആരോ പറഞ്ഞു കോട്ടയംകാരിയാണ്, മാരകമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആസിഡ് ആക്രമണം. തൊലി പൊള്ളി അടർന്ന് മാറി നിൽക്കുന്നതിന്റെ അഴലും വെപ്രാളവും കാണിച്ചുകൊണ്ട് മുത്തശ്ശി പിടയുകയാണ്. അതേസമയം ചിലർ പറഞ്ഞു ആംബുലൻസ് വിളിക്കണം. മറ്റു ചിലർ ചേമ്പില കൊണ്ട് ഒന്ന് വീശി കൊടുക്കുന്നു. ചിലർ വെള്ളം കുടിക്കാൻ കൊടുത്തു. ദൂരെ നിന്ന് ഒരു ആംബുലൻസിന്റെ ഒച്ച. അത് നിർത്താതെ അവിടുന്ന് പാഞ്ഞിങ്ങ് പോയി. അതിനുള്ളിൽ ആരെന്ന് മനസ്സിലായില്ല. ഗ്രാമം ഒന്നാകെ ഇളകി മറിയുകയാണ്. ഈറ്റപ്പുറം സുകുമാരൻ റബ്ബർ കർഷകനാണ്. അത്യാവശ്യം പണക്കാരനായതിനാൽ നാട്ടുകാരിൽ അറിയപ്പെടുന്നയാൾ. വയസ്സ് 62. ആസിഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ആംബുലൻസ് ആയിരുന്നു കുറച്ചു മുന്നേ ഇതുവഴി പോയത്. മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി അയാൾ ആംബുലൻസിൽ വെച്ച് പിടഞ്ഞ് അവസാനിച്ചു. എന്ത് സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയുമില്ല. മുത്തശ്ശിയെയും കൊണ്ട് ഒരു ആംബുലൻസ് പായുകയാണ്. അവിടെ നിന്ന് ആളുകളെല്ലാം തേനീച്ച കൂട്ടം പറക്കും പോലെ ഈറ്റപ്പുറത്തേക്ക് തറവാട്ടിലേക്ക് പാഞ്ഞു. അവിടെ പോലീസും മാധ്യമങ്ങളും വൻ ജനാവലിയും. ഈറ്റപ്പുറത്ത് സുകുമാരന്റെ വീട്. നല്ല മേനിയുള്ള വലിയ ഒരു ടെറസ് വീട്. പിൻവശത്തും മുകളിലും ഉണങ്ങാനായി ഇട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റുകൾ. അധികം ദൂരെ അല്ലാതെ ഷീറ്റടിക്കുന്ന മെഷീൻ ആസിഡ് വെള്ളത്തിന്റെ ദുർഗന്ധം എന്നും. പിൻവശത്തായി കൂട്ടം കൂടി നിൽക്കുന്ന സ്ത്രീകളും മുൻവശത്ത് വാർഡ് മെമ്പറും മറ്റു നാട്ടുകാരും. വീടിനകത്താണെങ്കിൽ ഫുൾ ആസിഡിന്റെ രൂക്ഷഗന്ധം. ചുവരിലും ദിവാൻ കോട്ടിലുമൊക്കെ പച്ചയായി കിടക്കുന്ന റബ്ബർ ഷീറ്റ് ഉറയാക്കാൻ ഒഴിക്കുന്ന ആസിഡ്. പോലീസ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ സുകുമാരന്റെ അപ്പച്ചി ഈ തങ്കമ്മ വീട്ടിലേക്ക് വന്നത്രേ. അതും രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവായിരുന്നു. അപ്പച്ചി എന്ന് വെച്ചാൽ അറിയോ? അതായത് ഈ സുകുമാരന്റെ അച്ഛന്റെ പെങ്ങൾ ആണ് ഈ തങ്കമ്മ. തങ്കമ്മയും സുകുമാരനും തമ്മിൽ 4 മാസം മുൻപും വലിയ കശവിശ ആയതാണ്. തങ്കമ്മ അന്ന് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പൊ വന്ന വരവിന്റെ ഉദ്ദേശ്യം കിട്ടാനുള്ള പണം അമ്മൂമ്മ കൊണ്ടേ പോകൂ എന്ന നിലയിലായിരുന്നു. സുകുമാരൻ കുറച്ച് സ്വർണ പണ്ടങ്ങൾ കൈക്കലാക്കി. തങ്കമ്മ പലപ്പോഴായി തിരികെ ആവശ്യപ്പെട്ടു. വയസ്സ് 84 കഴിഞ്ഞെങ്കിലും ഒട്ടി നിൽക്കുന്ന പണക്കൊതി തങ്കമ്മയ്ക്കും വിട്ടുകൊടുക്കാത്ത മുഴുത്ത ആർത്തി ഈ സുകുമാരനും. സ്വന്തം അച്ഛന്റെ പെങ്ങളാണ് സുകുമാരന് ഈ തങ്കമ്മ. വയസ്സ് 62 കഴിഞ്ഞു സുകുമാരന്. ചില ബന്ധങ്ങൾ കാലം ചെന്നാൽ ബാക്കി അവശേഷിക്കുന്നവര് മിക്കയിടത്തും ബന്ധമറ്റിട്ടുണ്ടാവും. പിന്നെ ബന്ധുക്കൾ എന്ന പേര് പോലും ബന്ധമില്ലാത്തതാവുമെന്ന് കൂട്ടം കൂടിയ ചിലർ പറഞ്ഞു. ആ വഴക്കും കോലാഹലങ്ങളും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. സംഭവ ദിവസം നിലവിളിയും അലർച്ചയും കേട്ട നാട്ടുകാർ ഓടിയെത്തുമ്പോ കാണുന്ന കാഴ്ച സുകുമാരൻ ആസിഡിൽ കുളിച്ച് തുലിയുരിഞ്ഞ ഒരു ഏത്തപ്പഴം കണക്കെ പിടയുകയാണ്. അത്രമാത്രം പൊള്ളി അടർന്നു. തങ്കമ്മ മുത്തശ്ശി എലി വാണം വിട്ട പോലെ മുറ്റമിറങ്ങി അങ്ങ് നാട്ടുകവരയിലേക്ക് നടന്നും പോയി. ഇടുക്കി കരുണാപുരത്ത് സുകുമാരൻ ആസിഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മെനിഞ്ഞാന്നാണ് കേട്ടോ. പ്രതി എന്ന് സംശയിക്കുന്ന തങ്കമ്മ എന്ന 84കാരി ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നില അതീവ ഗുരുതരം. നാട്ടുകാരിൽ ചിലർ പറഞ്ഞു ആദ്യം ആക്രമിക്കപ്പെട്ടത് ഈ മുത്തശ്ശിയാണ്. അവരുടെ ദേഹത്തേക്കാണ് ആസിഡ് അയാൾ ഒഴിച്ചതെന്ന്. ഇത് തന്നെയോ നേര്, അതോ രണ്ടുപേരെയും കൊന്ന് സ്വത്ത് കൈക്കലാക്കാൻ നോക്കിയ ഒരു മൂന്നാമൻ ക്രൈം സീനിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ അറിയില്ല. അതൊക്കെ മുത്തശ്ശിക്ക് ബോധം വന്നിട്ട് പോലീസ് വിശദമായി ചോദിച്ചറിയും. ഇപ്പോഴത്തെ അറിവനുസരിച്ച് പ്രത്യാക്രമണത്തിൽ മുത്തശ്ശി സുകുമാരനെ വകവരുത്തി എന്നതാണ്. ഞാൻ മുൻപും പറയാറുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ ശത്രുതയുടെ കാണാകയങ്ങളുണ്ട്. മനസ്സു പതിച്ചാൽ, കൈവിട്ട കയ്യാങ്കളികൾ ഉണ്ടായാൽ നിലയും തറയും നിലപാടുകളും മറന്ന് പൊരുതി തോൽക്കുന്നവരും
അഴിക്കുള്ളിൽ ജീവപര്യന്തം കുറ്റവാളികളും ആക്കുന്നവരും ഉണ്ട്. അതുവരെ 84 വരെ മാന്യമായി ജീവിച്ചവർ. പടുവാർദ്ധക്യത്തിൽ അവസാനം ചോരക്കറയിൽ കുത്തിവരച്ച ഒരു തലയിലെഴുത്ത്. സൂക്ഷിക്കണം, നിറയെ തലങ്ങും വിലങ്ങും സൂക്ഷിക്കണം. ജീവിതം ചിലപ്പോ മാറാല കെട്ടാനും കാടുപിടിക്കാനും നെല്ലിടയുടെ പാതി പോലും വേണ്ട. താങ്ക് യു.